നമസ്കാരം. പാകിസ്ഥാൻ സുരക്ഷാ സേനയിലെ 7 അംഗങ്ങൾ തങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് വിഘടനവാദി സായുധ ഗ്രൂപ്പായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. തടവിലാക്കപ്പെട്ടവരെ വിട്ടയക്കണമെങ്കിൽ പകരം പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ കസ്റ്റഡിയിലുള്ള ബലൂച്ച് തടവുകാരെ വിട്ടയക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. BLAയുടെ മാധ്യമ വിഭാഗമായ ഹക്കൽ പുറത്തിറക്കിയ പ്രസ്താവനയിലും വീഡിയോ സന്ദേശത്തിലുമാണ് പാക് ഭരണകൂടത്തിന് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ റെഹോഫ് എന്ന സൈനിക നീക്കത്തിന്റെ 2ാം ഘട്ടത്തിലാണ് സൈനികരെ പിടികൂടിയതെന്നും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെടുന്നു. ആകെ 17 സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിവിധ മേഖലകളിൽ നിന്നായി BLA പിടികൂടിയത്. ഇതിൽ 10 പേർ ബലൂച്ച് വംശജരും പ്രാദേശിക പോലീസുമായി ബന്ധമുള്ളവരുമായിരുന്നു. പ്രാദേശിക സാഹചര്യങ്ങളും ബലൂച്ച് ജനതയുടെ താൽപര്യവും കണക്കിലെടുത്ത് മുന്നറിയിപ്പ് നൽകി ഇവരെ വിട്ടയച്ചതായി BLA അറിയിച്ചു. എന്നാൽ ശേഷിക്കുന്ന 7 പേർ പാകിസ്ഥാൻ സൈന്യത്തിലെ സ്ഥിരം യൂണിറ്റുകളിൽ നിന്നുള്ളവരാണ്. ഇവർക്കെതിരെ ബലൂച്ച് ദേശീയ കോടതി നടപടികൾ സ്വീകരിച്ചതായും സാധാരണ ജനങ്ങൾക്കെതിരായ നീക്കങ്ങൾ, ആളുകളെ കാണാതാകൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയതായും BLA പ്രസ്താവനയിൽ പറയുന്നു. മുൻപും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും പാകിസ്ഥാൻ അധികൃതർ അവഗണിക്കുകയായിരുന്നുവെന്നും BLA ആരോപിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിരോധിക്കപ്പെട്ട സംഘടനയായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ US-ഉം UK-യും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭീകര സംഘടനയായിട്ടാണ് കണക്കാക്കുന്നത്. സംഭവത്തിന്റെ പശ്ചാത്തലം ഇങ്ങനെ: ബലൂചിസ്ഥാൻ മേഖലയിലെ ഗുസ്താർ ജില്ലയിലുള്ള ഓറഞ്ച് ഏരിയയിൽ വെച്ചാണ് ഇത്തരത്തിൽ പാക് സൈനികരെ തടവിലാക്കിയതെന്ന് BLA അവകാശപ്പെടുന്നുണ്ട്. BLA പുറത്തുവിട്ട വീഡിയോയിൽ പാക് സൈനിക യൂണിഫോം ധരിച്ച 7 പേർ മുട്ടുകുത്തി നിൽക്കുന്നത് കാണാം. അതിലൊരാൾ സ്വയം പാക് സൈനികനാണെന്ന് പരിചയപ്പെടുത്തുകയും അവധിക്ക് നാട്ടിലേക്ക് പോകുന്നതിനിടെ തന്നെ തട്ടിക്കൊണ്ടുപോയതാണെന്നും പറയുന്നുണ്ട്. തങ്ങളെ രക്ഷിക്കാൻ BLAയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ഇയാൾ പാക് സർക്കാരിനോടും സൈന്യത്തോടും അഭ്യർത്ഥിക്കുന്നുണ്ട്. തടവിലാക്കപ്പെട്ടവരിൽ നിന്നും വലിയ തോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തതായും ഗ്രൂപ്പ് അവകാശപ്പെടുന്നു. എന്നാൽ ഈ വീഡിയോയുടെ വിശ്വാസ്യത പാക് അധികൃതർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ബലൂചിസ്ഥാനിലെ സംഘർഷങ്ങളിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ വീടുകൾ പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം നവാസ് ഷെരീഫ് സന്ദർശിച്ചു. ബലൂചിസ്ഥാനിൽ ഡ്യൂട്ടിക്കിടെ കൊല്ലപ്പെട്ട ക്യാപ്റ്റൻ മുഹമ്മദ് അലി ഖുറേഷിയുടെ ലാഹോറിലെ വസതിയിൽ അവർ എത്തിയപ്പോൾ സൈനികർ രാജ്യത്തിനായി നൽകുന്ന ത്യാഗത്തെ അനുസ്മരിച്ചു. 1000-ഓളം രക്തസാക്ഷികളുടെ പട്ടിക താൻ കണ്ടതായും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദന വിവരിക്കാനാവാത്തതാണെന്നും അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ബലൂചിസ്ഥാൻ മേഖലയിലെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് പതിറ്റാണ്ടുകളായി നടക്കുന്ന ആഭ്യന്തര സംഘർഷത്തിന്റെ ഭാഗമാണ് നിലവിലെ പ്രതിസന്ധി. ഈ സംഭവം പാകിസ്ഥാനിലെ സുരക്ഷാ സാഹചര്യങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. BLA ഉയർത്തുന്ന പ്രധാന ഭരണഘടനാപരമായ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സ്വയം ഭരണാധികാരമാണ് ആദ്യത്തേത്. ബലൂചിസ്ഥാൻ മേഖലയുടെ സ്വാഭാവിക വിഭവങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം, മേഖലയിലെ അമിതമായ പാക് സൈനിക വിന്യാസവും അതിനെതിരെയുള്ള പ്രാദേശിക പ്രതിഷേധവും, BLA ആവശ്യപ്പെടുന്ന തടവുകാരുടെ മോചനം സംബന്ധിച്ച നിയമസാധുത, മേഖലയിൽ നടക്കുന്നതായി ആരോപിക്കപ്പെടുന്ന നിരോധനങ്ങളും അതുപോലെ തന്നെ വ്യാജ ഏറ്റുമുട്ടലുകളും, ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പോലുള്ള പദ്ധതികളോടുള്ള BLAയുടെ എതിർപ്പ്, ബലൂച്ച് വംശജർ സുരക്ഷാ സേനകളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, സൈനികരെ വധിക്കുമെന്ന ഭീഷണി പാക് സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നത്.